ഒരു രാത്രി കൊണ്ട് മറഞ്ഞുപോയ മുണ്ടക്കൈ, ഒരിറ്റു ശ്വാസത്തിനായി കേണുകരഞ്ഞ നൂറുകണക്കിന് മനുഷ്യർ, പെറ്റ വയറില്ലാതെ അനാഥരായ കുഞ്ഞുങ്ങൾ, എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാതായി തീർന്ന ഒരു ജനത. തീർത്തും നിരാശപ്പെടുത്തുന്ന കഥ തന്നെ. ഒരിക്കൽ വയനാട്ടുകാർക്ക് പറയാൻ എല്ലാം ഉണ്ടായിരുന്നു. വെള്ളവും വായുവും വെളിച്ചവും തേടി കോടമഞ്ഞിനിടയിലൂടെ ചുരം കയറുന്ന മറുനാടന്മാർക്ക് കേവലം ഒരു യാത്ര എന്നതിനപ്പുറം ആ യാത്ര മനഃശാന്തിയും സന്തോഷവും നിറഞ്ഞതായിരുന്നു. പക്ഷേ ഇന്നവർക്ക് ഒന്നും തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യവും നഷ്ടപ്പെട്ടു പോയി. കാരണം എല്ലാം ഉണ്ടായിട്ടും ഇല്ലായ്മയുടെ കുടപിടിക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രം മതി എന്ന് അവർക്ക് മനസ്സിലായി. തൻ്റെ നാടും വീടും വിട്ട് അഭയാർത്ഥികളായി കഴിയുന്ന പലരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. തൻ്റെ അധ്വാനവും സ്നേഹവും ഏറ്റുവാങ്ങേണ്ടവർ അവരെവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട ഓർമ്മകളുടെ നിറവിൽ ഒരു മെഴുകുതിരി പോലെ അവർ സ്വയം ഉരുകിത്തീരുന്നു. നഷ്ടങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഭരണവും ഭരണകൂടവും കണ്ണു നിറക്കും. വാഗ്ദാനങ്ങളുടെ മണിമാളികകൾ വാഗ്ദാനം ചെയ്യും. ഒന്നും വേണ്ട എന്നല്ല, തന്നില്ല എന്നുമല്ല. അവരും നമ്മെ പോലെ മനുഷ്യരാണ്. എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായരായ മനുഷ്യർ. അവർക്കു മുമ്പിൽ ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ മുഖം മൂടി ധരിക്കരുത്. കാരണം അത് താങ്ങാൻ ഒരിക്കലും അവർക്കാവില്ല. മുണ്ടക്കൈ ദുരന്ത ദിവസം നമ്മുടെ സ്റ്റാറ്റസുകളും സ്റ്റോറികളും സേവ് വയനാട് എന്ന പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാ കണ്ണുകളും അന്ന് വയനാടിനെ തന്നെ ഉറ്റുനോക്കി. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മാതൃകാപരമായ പുനരധിവാസം. എല്ലാം ശരിയായി എന്നായിരുന്നു സർക്കാരിന്റെ വാദം. പക്ഷേ ആ പുനരധിവാസത്തിന് എവിടെയോ താളം തെറ്റിപ്പോയി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാസികൾക്കുള്ള ടൗൺഷിപ്പ് പദ്ധതിയെക്കുറിച്ച് സർക്കാർ വാതോരാതെ സംസാരിക്കുമ്പോഴും എല്ലാം നഷ്ടമായ നിരവധി കുടുംബങ്ങൾ ദുരന്തം കഴിഞ്ഞ് ഇന്നേക്ക് 8 മാസം പിന്നിടുമ്പോഴും കരടുപട്ടികക്ക് പുറത്താണ്. സമാനതകളില്ലാത്ത ദുരന്തത്തെ സ്നേഹം കൊണ്ടും ചേർത്ത് പിടിച്ചു നമ്മൾ അതിജീവിച്ചു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട അവർ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇന്നും തെരുവിലിറങ്ങുന്നു. എല്ലാം കണ്ടറിയേണ്ട സർക്കാരിന് എവിടെയോ പിഴച്ചിരിക്കുന്നു. ഓരോ പദ്ധതികൾക്കും കോടികൾ ഇറക്കുമ്പോൾ അതിൽ വലിയൊരു പങ്കും കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുള്ള ഈ നാട്ടിൽ വയനാട് പുനരധിവാസവും വ്യത്യാസമില്ലാതെ തന്നെ മുന്നോട്ടു പോകുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ടിക്കറ്റ് വിറ്റ് നമുക്ക് ഇതിലൊരു പ്രൈസ് അടിച്ചൊരു വീട് സ്ഥലം വാങ്ങാൻ പറ്റുമോ? ഇതിന് നല്ലത് പുഴ പൊട്ടിപ്പോയ സമയത്ത് ആ വെള്ളത്തിൽ കൂടെ പോകണമായിരുന്നു. ഇതിനേക്കാൾ നല്ലത് ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോവുകയായിരുന്നു എന്നൊരു വാക്ക്. ആ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. ചിന്തിക്കാനും അറിയാനും ശ്രമിക്കുന്നവർക്ക് മനസ്സിലാവും നോവുന്ന മനസ്സിന്റെ ആ വേദന എത്ര കഠിനമാണെന്ന്. വാടകയ്ക്ക് താമസിച്ചതിന് രേഖകളില്ലാത്തവർ. 1ാം ഘട്ട പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ മാത്രം 51 അപ്പീലുകൾ വന്നിരുന്നു. അവയൊന്നും ഇനിയും തീർപ്പാക്കിയിട്ടില്ല. ഒരു ഭാഗത്ത് കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന രാഷ്ട്രീയം, മറുഭാഗത്ത് വിവിധ കാരണങ്ങൾ കൊണ്ട് ദുരന്ത നിവാസം വൈകുന്നു എന്ന മനുഷ്യാവകാശ പ്രശ്നം. ഇതിനിടയിൽ ഒന്നിലും ഉൾപ്പെടാത്ത ചില ദുരിതബാധിതർ. നമ്മൾ മനുഷ്യരാണ്. അതിനു പുറമെ നമ്മളെന്നോ നിങ്ങളെന്നോ ഒരു വ്യത്യാസവുമില്ല. മരണപ്പെട്ടതും നഷ്ടമായതും പണമല്ല, മനുഷ്യരെയാണ്. തലചായ്ക്കാനുള്ള ഒരു വീടാണ്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾക്ക് അന്ന് നിങ്ങൾ കൊടുത്ത വാക്കാണ് കൂടെയുണ്ട് എന്നത്. അത് വെറും വാക്കാവരുത്. രക്ഷാപ്രവർത്തനം നടത്തിയതിന് ഭരണകൂടം നടത്തിയ ചിലവുകൾ ഇനിയും പുറത്തു പറയാതിരിക്കുക. കാരണം അത് കേൾക്കുന്നവർക്ക് നിങ്ങൾ വെറുപ്പായി മാറാൻ സാധ്യതയുണ്ട്. എല്ലാം നഷ്ടമായ ഒരു പാവപ്പെട്ട ഓട്ടോക്കാരന് അടുത്തെവിടെയും പെർമിറ്റ് നൽകാത്തതും അതിനായി നിത്യേന ഓഫീസുകൾ കയറി ഇറങ്ങുന്നതും നിത്യജീവിതം ഒരു ലോട്ടറി വിൽപ്പനയിൽ കഴിച്ചുകൂട്ടുന്ന പാവം കുടുംബത്തെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതും തെറ്റ് തന്നെ, പൊറുക്കാനാവാത്ത തെറ്റ്. നഷ്ടം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നാണെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അവരെ കൈവിടാൻ തോന്നില്ല. തട്ടി മാറ്റലല്ല വേണ്ടത്, ചേർത്ത് പിടിക്കലാണ്. ആ ചേർത്ത് പിടിക്കലിന് വേണ്ടത് അവരെ കേൾക്കലാണ്. മറ്റാരും അനുഭവിക്കാനിടയില്ലാത്ത അവർക്ക് മാത്രം അറിയുന്ന അവരുടെ കണ്ണീരിന്റെ കഥ.